നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ലാസ്റ്റ് നിമിഷം ഇത് പഠിക്കാതെ എന്തായാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാതിരുത്. ഇത് പഠിക്കാതെ പോകരുത് എന്ന് പറയുമ്പം കുറേ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് പഠിക്കണം, ഇത് പഠിക്കണം, ഇത് പഠിക്കണം. അതിനകത്തൊരെണ്ണമാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ഗോസസ് തിയറം, മാഗ്നറ്റിക് എഫക്ട്സിലെ സർക്കുലർ ലൂപ്പ, ബയോട്ട് സാവാർട്ട്സ്ലോയുടെ ആംബിയർ സർക്യൂട്ടൽ തിയറം. ഗോസസ് തിയറം തന്നെ മാഗ്നറ്റിസം, ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം കൊച്ചു സംഭവമാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഫോർമുല, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും, ഹൈജീൻസിന്റെ പ്രിൻസിപ്പിൾ വെച്ച് റിഫ്രാക്ഷൻ റിഫ്ലക്ഷനും, പിന്നെ ട്രാൻസ്ഫോമറിന്റെ ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, മറ്റേ അയൺ ലോസും കോപ്പർ ലോസും മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജും വരുന്നത്, റെക്ടിഫയർ, അതിന്റെ ഹാഫ് വേ റെക്ടിഫയറും ഫുൾ വേ റെക്ടിഫയറും, ബോറിന്റെ പോസ്റ്റുലേറ്റ്സ്, 3 പോസ്റ്റുലേറ്റ്സ്, അയണൈസേഷൻ എനർജി, അതുപോലെ തന്നെ പവർ ഫാക്ടർ, ഇംപിഡൻസ്, പിന്നെ ആദ്യത്തെ ചാപ്റ്ററിന്റെ ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരൽ, വീൻസ്റ്റൺ ബ്രിഡ്ജ്, പിന്നെ അതിനകത്ത് തന്നെ ഓംസ് ലോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, അന്നേരം കൺവേർഷൻ ഗാലനോമീറ്ററിന്റെ അമ്മീറ്റർ, കൺവേർഷൻ ഗാലനോമീറ്ററിന്റെ വോൾട്ട് മീറ്റർ, പാരാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതിന്റെ പ്രോപ്പർട്ടീസ്. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ ഉൾപ്പെടുത്തുക എപ്പോഴും. അന്നേരം എല്ലാവരും നല്ല നല്ല ഗംഭീരമായിട്ട് പരീക്ഷ എഴുതട്ടെ. എല്ലാവിധ മനസ്സ് നിറഞ്ഞിട്ടുള്ള ബെസ്റ്റ് വിഷസ്. നല്ല മാർക്ക് കിട്ടി വരിക. നെവർ എവർ ഗിവ് അപ്പ്.